സൂക്ഷിച്ച് വെക്കാം. ഒരു 2-3 മാസം കഴിഞ്ഞിട്ട് നമുക്കിതിൽ നിന്ന് എടുത്തു തുടങ്ങാം. കുപ്പിയിൽ 1 മാസമായി ഉപ്പ് ഇട്ട് നല്ലതുപോലെ വെച്ചിരിക്കുന്ന മാങ്ങയുടെ കെട്ടഴിക്കുകയാണ്. ഇതിപ്പോൾ ഭരണിയിൽ നിന്ന് തട്ടിയിട്ട മാങ്ങയാണ്. ഉപ്പിനകത്ത് കിടന്ന് നല്ല ചൊള്ളിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളവും കൂടാണ് ഇതിൽ കിടക്കുന്നത്. നമുക്കിനി ഇത് അച്ചാറിട്ട് ഒരു ഭരണിയിലാക്കി വെക്കാം. ഇത് വെള്ളം ഒഴിച്ചിട്ട മാങ്ങയല്ല, ഇത് മാങ്ങ പറിച്ച് ഉപ്പ് പരലിട്ട് ഭരണിക്കകത്ത് കെട്ടി വെച്ചിരുന്നായിരുന്നു. ഇപ്പോൾ 1 മാസമായതേ ഉള്ളൂ. അതിനുള്ള മുളക് പൊടി ഇടാം. ഉലുവ മാങ്ങയാണ് ഇടുന്നത്, അപ്പോൾ ഉലുവാപ്പൊടി കുറച്ച് തോനെ ഇടാം. ആവശ്യത്തിന് കായം ചേർക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ മാങ്ങ തന്നെ ഇട്ട് വെച്ചിരുന്ന വെള്ളം ഒഴിച്ച് നമുക്ക് കുറേശ്ശെ ഒന്ന് ഇളക്കാം. മാങ്ങയ്ക്ക് നല്ല ഉപ്പുള്ളത് കൊണ്ട് ഉപ്പൊന്നും ഇടേണ്ട കാര്യമില്ല. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മാങ്ങ വറുക്കിടാം. പിന്നെ മാങ്ങയെല്ലാം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടാക്കി ഒന്നും വേണ്ട, കടുക് വറുത്തിടുകയോ അങ്ങനെയൊന്നും വേണ്ട. ഇത് നമുക്ക് ഇതിരുന്ന ഭരണിയിലോട്ട് തന്നെ എടുത്തിട്ട് മൂടിക്കെട്ടി വെക്കാം. ഒരു വാഴയില വാട്ടിയെടുത്തിട്ട് കുറച്ച് എണ്ണ തടവി, അപ്പോൾ എണ്ണ തടവിയ വാഴയില നമുക്കിതിനകത്തോട്ട് ഇറക്കി വെക്കാം. ഇതിനകത്ത് വാഴയില നല്ലതുപോലെ എണ്ണയൊക്കെ തടവി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടിയൊക്കെ വെച്ച് അടച്ച് സൂക്ഷിച്ച് വെക്കാം.